ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പതിവായി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇന്ന് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ മഴക്കാലമാണ് എനിക്കറിയാം, എങ്കിലും നമ്മുടെ കുഞ്ഞുമക്കളെ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഇത് ഒരു സൺസ്ക്രീനാണ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സൺസ്ക്രീനാണ്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ നമുക്കുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങളുടെ ഒരു കുഞ്ഞു പ്രായത്തിൽ, അതായത് ഒരു 15 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 17 വയസ്സ് വരെയൊക്കെ സ്കൂളിൽ കളിച്ച് നടക്കുന്ന ആ പ്രായത്തിൽ നിങ്ങളുടെ ഫേസിൻ്റെ കളറായിരിക്കില്ല നിങ്ങൾ പിന്നെ സ്കൂളൊക്കെ നിർത്തി പിന്നെ ഓഫീസ് ജോലിയോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആയി കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ അനുഭവമുള്ള ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഇതൊന്നും ഉപയോഗിക്കാത്തതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാവാതിരിക്കും. അവർക്ക് പെട്ടെന്ന് ടാനൊക്കെ ഏൽക്കപ്പോൾ നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരുടെ ഫേസിൽ ടാനൊന്നും ഏൽക്കത്തില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അവർക്ക് ഭയങ്കരമായ ടാൻ ഉണ്ടാകും. ചില മക്കളുടെ ഫേസ് കണ്ട മനസ്സിലാവും, വളരെ ഡള്ളായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നല്ലൊരു സൺസ്ക്രീനാണിത്. ഇപ്പോൾ എൻ്റെ മക്കൾക്കിപ്പോൾ 4 വയസ്സ് കഴിഞ്ഞു. 4 വയസ്സ് മുതലൊക്കെ നമുക്ക് കുട്ടികൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങാം. അവരുടെ കയ്യിലും ഫേസിലും, അതായത് പുറത്ത് വിസിബിളായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. പിന്നെ ഈ സൺസ്ക്രീൻ ഒരു പ്രത്യേകം, ഞാൻ നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ പേരൊക്കെ പറഞ്ഞു തരാം. ഈ സൺസ്ക്രീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് രാത്രി ഇട്ടിട്ട് കിടക്കാം കുട്ടികൾക്ക്. ഇതൊരു മോയ്സ്ചറൈസർ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്റ്റിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ദേഹത്ത് ഫുള്ളും അല്ലെങ്കിൽ ഫേസിൽ കംപ്ലീറ്റ് ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങാവുന്നതാണ്. കാരണം ഇത് അത്രയും യൂസ്ഫുള്ളാണ്. മോയ്സ്ചറൈസർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അവരുടെ ഫേസ് എപ്പോഴും ഒരു ഗ്ലോ ഉണ്ടാവും. അപ്പോൾ ഞാനിത് അവൾക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം തോന്നി. കാരണം അവൾക്ക് ഒന്നാമത്തെ രാവിലെ ഉറങ്ങി, കുട്ടികളല്ലേ എഴുന്നേൽക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, ഉറക്കച്ചടവുണ്ട് മുഖത്ത്. അപ്പോൾ അതൊക്കെ പോകാം, മുഖം കുറച്ച് ഫ്രഷ് ആയിട്ട് കുറച്ച് ഗ്ലോ ആയിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ രാത്രി യൂസ് ചെയ്യുമ്പോൾ അവരുടെ ഫേസിൽ രാവിലെ എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്, എന്നാലും ഉണ്ടെങ്കിൽ അങ്ങനെ അത് നമ്മുടെ ഉള്ളിലോട്ട് ഇറങ്ങാതെ അതെല്ലാം അങ്ങ് പൊക്കോളും. അപ്പോൾ കുട്ടികളുടെ ചർമ്മം എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്, നല്ല സ്കിന്നല്ലേ. അപ്പോൾ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത്. കാരണം കുട്ടികളുടെ സ്കിൻ ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു സമയത്ത് ഭയങ്കര പിമ്പിൾസ് കാര്യങ്ങൾ എന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അതെന്നുള്ളത് കൊണ്ടാണ്. ഈ പ്രോഡക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത്, ഇത് KSSൻ്റെ അരോമ തെറാപ്പി, പിന്നെ ഹോളിസ്റ്റിക് പവർ ഓഫ് എസെൻഷ്യൽ ഓയിൽസ്, സ്കൂളേഴ്സ് ഫോർ സ്കൂളിംഗ് ഗോയിങ്സ് കിഡ്സ്, ഇങ്ങനെ സ്കൂളേഴ്സ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് SPF 30 ആണ്, PA++ ഉണ്ട്. അപ്പോൾ ഞാനിത് വാങ്ങിയത് ഓൺലൈനിൽ നിന്നാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തേക്കാം, നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 225 ഇതിൽ റേറ്റ്. പക്ഷേ കുറച്ചുകൂടെ കുറയും നമ്മൾ വാങ്ങുന്ന സമയത്ത്. അത്രയും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വാങ്ങണം. ഇത് ഒഴിവാക്കരുത്. കുട്ടികളുടെ സ്കിന്നല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. അവർക്ക് അവരും കുറച്ച് ഗ്ലോ ആയിട്ടിരിക്കട്ടെ. നമ്മൾ നമ്മുടെ സ്കിന്നൊക്കെ ശ്രദ്ധിക്കുന്നില്ലേ, അതുപോലെ കുട്ടികളുടെ സ്കിൻ ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചേക്കും. പലരും പറയും ഇപ്പോഴേ ക്രീം ഇട്ടാൽ അവരുടെ ഫേസ് വയസ്സായി പോകും. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇതൊക്കെ കുറച്ച് കെമിക്കൽസ് ഉണ്ട് എനിക്കറിയാം, പക്ഷേ ഇതൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാൻ വളരെ നല്ലതാണ്. നമുക്ക് ടാൻ അടിച്ച് ഒരുപാട് കറുത്ത് അല്ലെങ്കിൽ ഒരുപാട് ഡള്ളായി ഇരിക്കുന്നത് ഭംഗിയെന്നാണോ? അല്ലല്ലോ, അത് അനാരോഗ്യം തന്നെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ബെറ്ററാണ്. നിങ്ങൾ തീർച്ചയായും ഉപയോഗിക്കുക. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്ക് ബൈ ബൈ.